സത്യം പറയാൻ നന്ദനയുടെ കാര്യം വലിയ കഷ്ടമാണ്. നന്ദന ഇന്നലെ ജിൻഡോയോട് കൂട്ടി വയ്ക്കുന്നതൊക്കെ കേട്ടു. ക്യാപ്റ്റൻ ബാണ്ട് ഊരിക്കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ കാണിച്ചു കൊടുക്കുമെന്നൊക്കെ വീരവാദം മുഴക്കുന്ന കണ്ട്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഭക്ഷണം കൊടുക്കാതെ ജിൻഡോ ഇട്ട് കഷ്ടപ്പെടുത്തി. ഇതൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിരുന്നു. അപ്പം ജിൻഡോ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ആരെയും വിശ്വസിക്കരുത്, നീ ഒറ്റയ്ക്ക് ഗെയിം കളി, നിന്റെ കുഞ്ഞിപ്പെങ്ങളാണെന്നൊക്കെ പറയും, പക്ഷെ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാവരും ഗെയിം കളിക്കുകയാണ് ഇവിടെ. നിനക്കെതിരെ ഞാൻ ഗെയിം കളിക്കത്തില്ല, നിന്നെ ഞാൻ നോമിനേറ്റ് ചെയ്യത്തില്ല, നിനക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യുന്നപ്പം പുച്ഛമായിരുന്നു ജിൻഡോയോട്. കാരണം അതെല്ലാം ചെന്നിട്ട് നമ്മളെ ഫായിയോടും ഫിജോയോടും ഒക്കെ ചെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നന്ദന. അങ്ങേര് അങ്ങനെ പറഞ്ഞു, നിങ്ങൾ ചതിക്കുമെന്ന് പറഞ്ഞു എന്നൊക്കെ ഫിജോയോടും ഫായിയോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്നേരം ഫിജോയും ഫായും പറയുന്നത് കേട്ടു, ഇതുപോലെ അങ്ങേര് നിന്നെ വെച്ച് ഗെയിം കളിക്കുകയാണ്, നീ അതിൽ വീഴരുതെന്ന് പറയുന്നുണ്ട്. രാത്രി ജാസ്മിനോട് പറയുന്നുണ്ട്, അങ്ങേർക്ക് ഞാൻ പണി കൊടുക്കും. അങ്ങേര് പറയുന്നു ഫിജോയും ഫായിയൊക്കെ എന്നെ ചതിക്കുമെന്ന് പറയുന്നു, അവരൊരു കാരണവശാലും എനിക്ക് ചതിക്കത്തില്ല, അങ്ങേരാണ് ചതിക്കുന്നത് എന്നൊക്കെയുള്ള ഗീർവാണം മുഴക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഈ ഫായും ഫിജോയും എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങ് പ്ലാനിങ്ങാണ്. ഫിജോയെ സംബന്ധിച്ച് എപ്പോഴും പ്ലാനിങ്ങാണ്. അവരുടെ പ്ലാൻ പ്രകാരം ഈ പ്രാവശ്യം കൂടെ നന്ദനെ ക്യാപ്റ്റനാക്കുക, നന്ദനെ ക്യാപ്റ്റനാക്കിയതിന് ശേഷം നന്ദനെ നോമിനേഷൻ ഫ്രീ ആക്കുക, പണപ്പെട്ടി എടുക്കാൻ നന്ദനെ സഹായിക്കുക എന്നൊക്കെയുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടി ജിൻഡോയുടെ സഹായമൊക്കെ തേടിയാൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പം ജിൻഡോ സഹായിക്കാമെന്നും പറഞ്ഞായിരുന്നു. അപ്പം അതിനിടയിൽ ഇന്ന് ക്യാപ്റ്റൻസി ടാസ്ക് ഇതെല്ലാം ബിഗ് ബോസിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. ഇന്ന് ടാസ്ക് കഴിഞ്ഞപ്പം വമ്പൻ ടിസ്റ്റായിട്ട് ബിഗ് ബോസ് പറഞ്ഞു, ഈ വിജയാണ് ഒന്നാം റാങ്ക് നേടിയ ഈ വിജയാണ് ഈ പ്രാവശ്യത്തെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞപ്പം ഇവരുടെ ഗ്യാസ് തീർന്നു പോയി. അതിൻ്റെ ഒരു മാനത നമ്മുടെ നന്ദനയുടെ മുഖത്തുമുണ്ട്. നന്ദന ഈ പ്രാവശ്യം ഔട്ടാകാനുള്ള സാധ്യതയുണ്ട്, നോമിനേഷന് വരികയും ചെയ്യും. അപ്പം അതുകൊണ്ടാണ് നന്ദന ഇങ്ങനെ കയറി ഹെഡായിക്കൊണ്ടിരുന്നത്. ആങ്ങളമാർ പറയുന്ന പെങ്ങൾ അങ്ങ് അനുസരിക്കുകയാണ്. പെങ്ങളെ വെച്ച് ഗെയിം കളിക്കുകയാണെന്ന് ജിൻഡോ പെട്ടെന്ന് പറയുകയും ചെയ്തു. അവർ നിന്നെ വെച്ച് ഗെയിം കളിക്കുകയാണ്, നീ അത് മനസ്സിലാക്ക് എന്നും പറയുന്നപ്പോൾ ജിൻഡോ ആയിരുന്നു തെറ്റുകാരൻ. അത് കഴിഞ്ഞിട്ട് ഇന്ന് ടാസ്കിനിടയിൽ ഫിജോയും ഫായിയും നന്ദനയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിന് ഒന്നാം സ്ഥാനം ആവശ്യപ്പെടുന്നു? നീ കുറച്ച് കഴിഞ്ഞിട്ട് പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകാനുള്ളതല്ലേ, നീ ഒന്നാം സ്ഥാനത്തിനല്ലല്ലോ മത്സരിക്കുന്നത്, പണപ്പെട്ടിക്ക് വേണ്ടിയല്ലേ മത്സരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് നന്ദനയ്ക്ക് മനസ്സിലായത് തനിക്കിട്ട് പണി കിട്ടി എന്നുള്ളത്. ഇത് മറ്റ് മത്സരാർത്ഥികളെല്ലാം അറിയുകയും ചെയ്തു. അപ്പം നന്ദനയുടെ മുഖമൊന്ന് കാണണമായിരുന്നു. നന്ദന അന്നേരം വിചാരിച്ച് കാണും ജിൻഡോ ആയിരുന്നു ശരിയെന്ന്.